ഇസ്രയേലിന് മുന്നിൽ മുട്ടുമടക്കാത്ത ആളുകളില്ല, മുട്ടുമടക്കാത്ത സാങ്കേതിക വിദ്യയില്ല. അമേരിക്ക പോലും ഇസ്രയേലിന് മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രമുണ്ട്. 1967 അമേരിക്കയുടെ ഇൻ്റലിജൻസ് കപ്പൽ അത് ഇസ്രയേൽ ആക്രമിച്ച ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കപ്പൽ തകർക്കുകയും അമേരിക്കയുടെ 37 സൈനികരെ ഇസ്രയേൽ വധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അത് ഈജിപ്തിൻ്റെ കപ്പലാണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന ഒരു വാദവും ഇസ്രയേൽ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഇപ്പോഴിത് ഇസ്രയേലിനെ എതിർത്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റാണ്. ഈ മൈക്രോസോഫ്റ്റ് ഇസ്രയേലിനെ എതിർത്ത് കഴിഞ്ഞ ശേഷം മൈക്രോസോഫ്റ്റിന് എന്ത് സംഭവിച്ചു എന്നാണ് ആൾക്കാരെല്ലാം അന്വേഷിക്കുന്നത്. കാരണം ഈ മൈക്രോസോഫ്റ്റ് കുറച്ച് സമയത്തേക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സേവനം നിശ്ചലമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഗാസയിലെ ഫലസ്തീനികൾക്കെതിരെ ആക്രമണം നടത്താൻ AI ഉപയോഗിച്ചതായി ആരോപിച്ച് ഒരു ഇസ്രായേലി സൈനിക യൂണിറ്റിന് നൽകുന്ന ക്ലൗഡ് സേവനങ്ങൾ മൈക്രോസോഫ്റ്റ് താൽക്കാലികമായി നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗാസയിലെ ഫലസ്തീനികളെ നിരീക്ഷിക്കാൻ ഇസ്രായേൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും കൃത്രിമ ബുദ്ധിയും ഉപയോഗിക്കുന്നുണ്ടെന്ന് കമ്പനി അവകാശപ്പെട്ടതിനെ തുടർന്ന് പുറത്തുവന്ന ഒരു അഴിമതിയെ തുടർന്ന് മൈക്രോസോഫ്റ്റ് ഒരു ഇസ്രായേലി സൈനിക യൂണിറ്റിനുള്ള ചില സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഗാസയിൽ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ തങ്ങളുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്ന് മൈക്രോസോഫ്റ്റ് പറയുന്നു. അതിനാൽ ഈ സേവനങ്ങൾ നിർത്തലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഗാസയിൽ യുദ്ധം ചെയ്യാനും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനും ഇസ്രായേൽ സൈന്യം മൈക്രോസോഫ്റ്റിന്റെ അസൂർ പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നത് ഈ വർഷം ആദ്യം അസോസിയേറ്റ് പ്രസും ഗാർഡിയനും റിപ്പോർട്ട് ചെയ്തിരുന്നു. സേവനങ്ങളുടെ നിയമങ്ങൾ പാലിക്കുന്നതിനാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് മൈക്രോസോഫ്റ്റ് പ്രസിഡന്റ് ബ്രാഡ് സ്മിത്ത് ഒരു ബ്ലോഗ് പോസ്റ്റിൽ പറഞ്ഞു. മൈക്രോസോഫ്റ്റ് ഡാറ്റ അനുസരിച്ച് ഇസ്രായേൽ ജിഗാബൈറ്റിൽ ഡാറ്റ സംഭരണം ഉപയോഗിക്കുന്നുണ്ടെന്ന് AP റിപ്പോർട്ട് അവകാശപ്പെട്ടു. ഇതിന് പുറമെ ഭാഷാ വിവർത്തനത്തിനായി അവർ AI ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇസ്രായേലിന്റെ യൂണിറ്റ് 8200ന്റെ കമാൻഡർ 2021 മൈക്രോസോഫ്റ്റ് ചെയർമാനും CEOയുമായിട്ടുള്ള സത്യ നാദല്ലയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പോഴാണ് മൈക്രോസോഫ്റ്റ് ഇസ്രായേലി യൂണിറ്റിന് സേവനങ്ങൾ നൽകാൻ തുടങ്ങിയത്. AI പ്രവർത്തിക്കുന്ന ഒരു മാസ് സർവൈലൻസ് സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങി. അതിലൂടെ ഫലസ്തീൻ പൗരന്മാർ നടത്തിയ ദശലക്ഷക്കണക്കിന് ടെലിഫോൺ കോളുകൾ വിവർത്തനം ചെയ്യുകയും അവലോകനം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഡാറ്റ യൂറോപ്പിലാണ് സംഭരിച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ പ്രതിരോധ സേനയും ഇസ്രായേലി ഭീകരവിരുദ്ധ സുരക്ഷാ സേവനമായ ഷിൻ ബെറ്റും വലിയ വിജയം കൈവരിച്ചു. ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ബറ്റാലിയൻ കമാൻഡറായിട്ടുള്ള വാൾ മട്രിയെ അവർ കൊലപ്പെടുത്തി. ഹമാസിന്റെ നബ്ദ വിഭാഗത്തിൽ അദ്ദേഹത്തിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. ഹമാസിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഗാസ നഗരത്തിലാണ് ഇസ്രായേൽ ഈ ഓപ്പറേഷൻ നടത്തിയത്. ഇവിടെ കമാൻഡർ മട്രിയെ ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. ഇസ്രായേൽ നൽകിയിരിക്കുന്ന ഈ സേവനം മൈക്രോസോഫ്റ്റ് നിർത്തലാക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ നിലവിൽ മൈക്രോസോഫ്റ്റിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ മൈക്രോസോഫ്റ്റ് ഈ സേവനം നിർത്തലാക്കിയതിനെ തുടർന്ന് വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും മൈക്രോസോഫ്റ്റിന് ഇത്തരത്തിലൊരു സാങ്കേതിക തകരാറും നേരിട്ടിട്ടില്ല എന്ന് മൈക്രോസോഫ്റ്റ് പറയുകയും ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റിനെ അനുകൂലിക്കുന്നവരും ഇതിനൊരു സംഭവം നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അവർക്ക് നൽകിയ അല്ലെങ്കിൽ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന ആ സോഫ്റ്റ്വെയർ, ആ സാങ്കേതികവിദ്യ മൈക്രോസോഫ്റ്റ് അതിലൊരു വിമുഖത കാട്ടിയത് കൊണ്ടാണ് മൈക്രോസോഫ്റ്റിന് ഇത്തരത്തിലൊരു ഗതി വന്നത് എന്ന് വാദിക്കുന്നവരും കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.